ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, മാസപ്പടി കേസിൽ അന്വേഷണമില്ല. അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ MLA ആണ് കോടതിയെ സമീപിച്ചത്. കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്നു. മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളി. മുഖ്യമന്ത്രിക്കും മകൾ വീണ ടിക്കുമെതിരായ അന്വേഷണം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാസപ്പടി കേസിൽ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം അത് ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാകുന്നു. മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ അന്വേഷണമില്ല. സുനിഷ അയ്യല്ലൂർ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹർജി തള്ളിയത്? സുജയ, മാസപ്പടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ എന്നിവർക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാത്യു കുഴൽനാടൻ MLA ഈ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇത് 2 തവണ ഈ കോടതി പരിഗണിച്ചിരുന്നു. അപ്പോഴൊക്കെ തന്നെ മതിയായ രേഖകൾ തെളിയിക്കാനായി മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ, മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ കൂടുതൽ രേഖകൾ കോടതിക്ക് കൈമാറിയിരുന്നത്. CMRന് വഴിവിട്ട സഹായം നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നതിന് പര്യാപ്തമായ രേഖകളാണ് ഹാജരാക്കിയത് എന്നതായിരുന്നു അന്ന് മാത്യു കുഴൽനാടൻ അവകാശവാദം പറയുകയും ചെയ്തത്. എന്നാൽ ഹർജിക്കാരൻ സമർപ്പിച്ച രേഖകൾ അന്വേഷണം പ്രഖ്യാപിക്കാൻ പര്യാപ്തമല്ല എന്നൊരു കണ്ടെത്തലിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. CMRന്റെ ആവശ്യങ്ങൾ സർക്കാർ നേരത്തെ തള്ളിയതായിരുന്നു. റവന്യൂ വകുപ്പ് നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ കോടതി അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ചോദിച്ചിരുന്നു. ഏതായാലും ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CMRന്റെ ഇത്തരത്തിൽ ഇത് അന്വേഷിക്കാൻ പര്യാപ്തമല്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുന്നത്. ഏതായാലും മാത്യു കുഴൽനാടൻ പ്രധാനമായും തുടക്കം മുതൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്ന പല കാര്യങ്ങളും, ഈ രേഖകളിൽ തന്നെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിങ് പാട്ടക്കാരൻ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ്, അത്തരത്തിലൊരു 5ഓളം ഉത്തരവടങ്ങിയ രേഖകളടക്കം കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും പര്യാപ്തമായ തെളിവുകളല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുന്നത്. അതായത് സുനിഷ അയ്യല്ലൂർ, സർക്കാർ വഴിവിട്ട് സഹായം നൽകിയതായോ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായം നൽകിയതായോ കണ്ടെത്താൻ പര്യാപ്തമായ ഒരു രേഖ പോലും മാത്യു കുഴൽനാടന് ഈ ഹർജിക്ക് ഒപ്പം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണോ കോടതി ഈ ഹർജി തള്ളുന്നത്? തീർച്ചയായും സുജയ, അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഹർജിക്കാരൻ സമർപ്പിച്ച രേഖകൾ അന്വേഷണം പ്രഖ്യാപിക്കാൻ പര്യാപ്തമല്ല എന്നത് തന്നെയാണ് കോടതി വിലയിരുത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ നേരത്തെ നൽകിയ ഈ കാര്യങ്ങളിൽ, അതായത് മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകൾ എന്ന് ചൂണ്ടിക്കാണിച്ച മാത്യു കഴിഞ്ഞ ദിവസം ചില രേഖകൾ കൈമാറിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ KMREML നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവ്, കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിങ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ്, ഒപ്പം തന്നെ ഈ സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിങ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത്, KMREML മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ, ഈ ഭൂമിയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കമ്പനി നൽകിയ അപേക്ഷ തുടങ്ങിയ രേഖകളായിരുന്നു മാത്യു നൽകിയത്. ഇത് പരിശോധിച്ചതിന് ശേഷം കോടതി ഉത്തരവ് പറയുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഏതായാലും ഇത് പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഹർജിക്കാരൻ സമർപ്പിച്ച രേഖകളിൽ